മതനിർമ്മാണശാല വിഷയത്തിൽ സംവാദത്തിന് തയ്യാറെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് 24-നോട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് മന്ത്രി സംവാദത്തിന് വെല്ലുവിളിച്ചത്. അഹല്യ ക്യാമ്പസിലെ തടാക സമാനമായ വൻകിട മഴവെള്ള സംഭരണിയാണ് താൻ സന്ദർശിച്ചതെന്നും എം പി രാജേഷ് പറയുന്നു. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അപ്പോൾ അവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ മഴക്കുഴി രാവിലെ എം പി രാജേഷിനെ വി കെ ശ്രീകണ്ഠൻ എം പി സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. 24-ലൂടെ തത്സമയം സംവാദമാകാമെന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത്. വി കെ ശ്രീകണ്ഠൻ എം പിയുടെ വാക്കുകളിലേക്ക്. ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായി എം പി രാജേഷ് മാറിയിരിക്കുകയാണ്. അന്ധനായ ഒരാൾ ആനയെ കണ്ടതുപോലെയാണ്. ഈ അഹല്യ ക്യാമ്പസിൽ പോയി അതിനെ വെച്ച് കാണിച്ച് ന്യായീകരിക്കുന്ന മന്ത്രിക്ക് നാണമുണ്ടോയെന്ന് എനിക്ക് ചോദിക്കാറുള്ളത്. എന്തറിയോ, അപ്പോൾ മലബാർ ഡിസ്റ്റിലറീസിൽ ഒരു തുള്ളി വെള്ളം പോലും സംഭരിക്കാൻ കഴിയാതെ സ്വന്തം സർക്കാരിൻ്റെ കീഴിലുള്ള ആ സ്ഥലം നോക്കുകുത്തിയാക്കി കാട് പിടിച്ച് കിടക്കുമ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒയാസിസ് കമ്പനിയുടെ CEO ആയിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ 500-ലധികം വരുന്ന കുഴൽക്കിണർ അല്ലാതെ അവിടെ ഒരു ജലവിതരണ പദ്ധതിയില്ല, ശുദ്ധജല വിതരണ പദ്ധതിയില്ല. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ എം പി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ടോ? എം പി രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. നമുക്ക് 24-ലൂടെ ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, അങ്ങനെ മന്ത്രി എം പി രാജേഷ് സംവാദത്തിന് തയ്യാറാണ്. പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനുമാണ് സംവാദത്തിന് ക്ഷണിച്ചതെങ്കിലും ഇപ്പോൾ ഇതാ പറയുന്നു ശ്രീകണ്ഠൻ എം പിയും സംവാദത്തിന് തയ്യാറാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സംവാദമാണോ നമ്മൾ കാത്തിരിക്കുന്നത് നിഖിൽ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവാദം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സംവാദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കീർത്തന. കാരണം ഈ വിഷയത്തിൽ, ബ്രൂവറി വിഷയത്തിൽ ഇന്നലെ ഈ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണികൾ മാധ്യമങ്ങളെ കാണിക്കാൻ മന്ത്രി എം പി രാജേഷ് വരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ അവർ പങ്കെടുത്തില്ല, മാധ്യമങ്ങൾ പങ്കെടുത്തു. ഈ മഴവെള്ള സംഭരണികൾ കൊണ്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ട് ഈ ക്യാമ്പസിനുണ്ടാകുന്ന നേട്ടങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് നേരത്തെ രമേശ് ചെന്നിത്തല ഈ പദ്ധതി പ്രദേശം സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇവിടെ ഒന്നും തന്നെ ഈ മഴവെള്ള സംഭരണികൾ പ്രായോഗികമല്ല, മഴനിഴൽ പ്രദേശമായ ആ മേഖലയിൽ എങ്ങനെയാണ് ഇത് പ്രായോഗികമാവുക എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. എന്നാൽ വിജയകരമായി ഇവിടെ ഇത്തരത്തിൽ മഴവെള്ള സംഭരണി ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാനാണ് താൻ ഇന്നലെ അവിടെ എത്തിയത് എന്നുള്ളതാണ് എം പി രാജേഷ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ സന്ദർശനത്തിന് പിന്നാലെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസും BJPയും രംഗത്തെത്തുന്നത്. ആദ്യം തന്നെ ഇന്ന് 24-ലൂടെയാണ് വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയത്. എം പി രാജേഷ് സംവാദത്തിന് ക്ഷണിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെയല്ല, സ്ഥലം എം പി ആയിട്ടുള്ള തന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ താൻ ആ ഇന്നലെ നടന്ന പരിപാടിയിലും സംവാദത്തിലും പങ്കെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ 24-ലൂടെ തന്നെ ഒരു ചർച്ചയ്ക്ക് മന്ത്രി എം പി രാജേഷിന് താൻ ക്ഷണിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുള്ള മറുപടിയായി ഇപ്പോൾ എം പി രാജേഷ് പറയുന്നത്, തന്നെ ആദ്യം ആരോപണം ഉന്നയിച്ചതും തന്നെ വെല്ലുവിളിച്ചതും മുൻ പ്രതിപക്ഷ നേതാവും നിലവിലത്തെ പ്രതിപക്ഷ നേതാവുമാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരുമായി സംവദിക്കാൻ താൻ തയ്യാറാണ്. 24 അതിന് വേദിയൊരുക്കുകയാണെങ്കിൽ ആ സംവാദത്തിന് താനും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ നമ്മൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരും സന്നദ്ധരാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ചർച്ച സംഭവിക്കും. എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് CPIM. ആ സമയത്താണ് ഈ എം പി രാജേഷ്, പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് മന്ത്രി, ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൂടി അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ട് BJPയും കോൺഗ്രസും രംഗത്തെത്തുന്നത്. ഇന്നിപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞത്, ഈ കമ്പനിക്കുള്ളതിനേക്കാൾ ആഗ്രഹം, ഈ കമ്പനി വരണമെന്നുള്ള താല്പര്യം അത് എം പി രാജേഷിനാണ്. അദ്ദേഹം ഒരു PROയും ഒരു കോർഡിനേറ്ററുമായി, CEO-യും കോർഡിനേറ്ററുമായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. VS അച്യുതാനന്ദന് നല്ല ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിച്ചേനെ എന്നും C കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ടാണ് രംഗത്തെത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഈ ഇന്നലത്തെ അഹല്യ സന്ദർശനത്തിൽ എം പി രാജേഷിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കീർത്തന, നിഖിൽ ദയവായി തുടരുക. നമുക്ക് നേരത്തെ എം പി രാജേഷിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോവാം. വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയുമാണ് മന്ത്രി അന്ന് സംവാദത്തിന് ക്ഷണിച്ചത്. അപ്പോൾ ആ ശബ്ദം ഒന്നും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല.
അപ്പോൾ അവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ മഴക്കുഴിയല്ല, 33 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന 1.5 ഏക്കർ മുതൽ 7.5 ഏക്കർ വരെ വിസ്തീർണമുള്ള വലിയ കൃത്രിമ തടാകങ്ങളാണ് മഴവെള്ള ജല സംഭരണികളായിട്ട് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതിനെ മഴക്കുഴി എന്ന് പറഞ്ഞ് ഈ 7 ഏക്കറൊക്കെയുള്ള തടാകങ്ങളെ ചെറുതാക്കരുത്. ഞാനത് പോകാനുള്ള കാരണം പ്രതിപക്ഷ നേതാവും മുൻ നേതാവും പറഞ്ഞത് അവിടെ മഴവെള്ള സംഭരണം നടക്കില്ല, അത് അസാധ്യമാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ തന്നെ അത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കാണാനാണ് അവരെ ക്ഷണിച്ചത്. അവരാരും വരാൻ കൂട്ടാക്കിയില്ല. സത്യം അഭിമുഖീകരിക്കാനുള്ള വൈഷമ്യം കാരണമായിരിക്കും. അവരില്ല എന്ന് പറഞ്ഞതാണല്ലോ, ഉണ്ടെന്നത് അംഗീകരിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസം കാണും, അതുകൊണ്ടായിരിക്കും വരാത്തത്. നിഖിൽ പ്രമേഷ് വീണ്ടും ചേരുന്നുണ്ട്. നിഖിൽ, എന്തായാലും 24-ൽ തന്നെ ഇത്തരം ഒരു സംവാദം ഉണ്ടാകട്ടെ. കാരണം പലപ്പോഴും പല രാഷ്ട്രീയ പ്രശ്നങ്ങളും വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇങ്ങനെ വിമർശിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് വളരെ കൺസ്ട്രക്റ്റീവായ സംവാദങ്ങൾ ഉണ്ടാകട്ടെ. എന്നിട്ട് അതിൽ നിന്ന് പുതിയൊരു ആശയം ഉരുത്തിരിയട്ടെ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു സമവായത്തിലെത്തി പ്രൊഡക്റ്റീവായി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളിലേക്ക് അവരെ ആ ചർച്ചകൾ നയിക്കട്ടെ. അങ്ങനെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പ്രതീക്ഷയായി പറയുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ അത്തരത്തിലേക്ക് എത്തിയാൽ വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും എം പി രാജേഷ് പറയുന്നു, മഴക്കുഴികളല്ല, അത് മഴ വെള്ള സംഭരണികൾ തന്നെയാണ്. അത് കാണാൻ അവർ വരാത്തത് അവർ പറഞ്ഞതല്ല ശരി എന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ ഈ സംവാദത്തിന് ഇവർ സമ്മതിക്കുമോ എന്നുള്ളതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വി കെ ശ്രീകണ്ഠൻ എം പി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ എം പി രാജേഷ് പറയുന്നത് ആരോപണം ഉന്നയിച്ചതും തന്നെ വെല്ലുവിളിച്ചതും ഒക്കെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ്. അതുകൊണ്ട് അവരുമായി സംവദിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് രാവിലെ ഈ വാർത്ത നമ്മൾ നൽകിയതിന് പിന്നാലെ തന്നെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഈ സംവാദത്തിന് 24 പ്ലാറ്റ്ഫോം ഒരുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നമ്മൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കും. അവർ ചർച്ചയ്ക്ക് സന്നദ്ധരാണെങ്കിൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ നമ്മൾ ഈ ചർച്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പക്ഷേ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ച തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ആളുകളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൂടെ ഈ പദ്ധതി ഈ മേഖലയ്ക്ക് ആവശ്യമാണെങ്കിൽ, അനിവാര്യമാണെങ്കിൽ, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു പദ്ധതിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകട്ടെ. അതേസമയം ആളുകൾക്ക് ഒരുപാട് പ്രയാസം ആണ് ഈ കമ്പനി വരുത്തുകയെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് നീങ്ങട്ടെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇരു നേതാക്കളെ നമ്മൾ ചർച്ചയ്ക്ക് ക്ഷണിക്കും. എന്താണ് അതിന്റെ തുടർ ചലനങ്ങൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. നിഖിൽ, അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇതിന് എതിര് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംവാദം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് കൂടി കാര്യങ്ങൾ വളരെ അധികം ക്ലിയർ ആകും. ആ ഒരു കാര്യം കൂടി ഇതിലൂടെ വ്യക്തമാകുമെന്ന് തന്നെയല്ലേ? പ്രത്യേകിച്ച് എം പി രാജേഷിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒറ്റൊരു വേദിയിൽ ക്ലിയർ ആക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ എം പി രാജേഷിനൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകളോടെ നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത്, ഇങ്ങനെയൊരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന് അവരുടെ വാദങ്ങൾ, അവരുടെ ന്യായങ്ങൾ, അവർ നിരത്തുന്ന വികസനോത്മകമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് ഘടകകക്ഷികൾക്ക് കൂടി അത് ബോധ്യപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, തുടക്കത്തിൽ CPI ഈ വിഷയത്തിൽ പ്രാദേശിക CPI ഘടകം അവരുടെ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇവിടെ കുടിവെള്ള പ്രശ്നമടക്കം രൂക്ഷമായി നേരിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തെ ഒരു പദ്ധതി വരികയാണെങ്കിൽ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരുപക്ഷെ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നൊക്കെ അവർ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് അവരെ മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്നിരിക്കെയും ഒരു വിഭാഗം CPM പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നീങ്ങാൻ ഒരു പക്ഷേ ഈ ചർച്ച കൊണ്ട് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചർച്ച സംഭവിക്കുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും. എന്തായാലും ഇന്നിപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എം പി രാജേഷിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ കടുത്തത് തന്നെയാണ്. ഒരു പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സംഭവ സ്ഥലം സന്ദർശിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് 4 പരിപാടികൾ ജില്ലയിൽ നിശ്ചയിച്ചിരുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് ബ്രൂവറി പദ്ധതി മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം തന്നെയായിരുന്നു. ആ സന്ദർശന വേളയിൽ ഈ വിഷയം കൃത്യമായി ഉന്നയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ ഈ വിഷയത്തിൽ മന്ത്രിക്ക് പുറകെ തന്നെ ഉണ്ട്.
BJPയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. മറ്റന്നാൾ കെ സുരേന്ദ്രൻ തന്നെ ജില്ലയിൽ എത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ കനക്കുമ്പോഴാണ് മന്ത്രി തന്നെ ഈ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പദ്ധതി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. പ്രവിത. നിഖിൽ, ഒപ്പം തന്നെ നമ്മൾ ഈ ബ്രൂവറി വിഷയം ചർച്ചയായപ്പോൾ മുതൽ ഗോവിന്ദമാഷാണെന്ന് തോന്നുന്നു ആദ്യം മഴവെള്ള സംഭരണിയുടെ കാര്യം പറഞ്ഞത്. അപ്പം മഴവെള്ള സംഭരണി എന്നുള്ള വിഷയത്തിൽ ഊന്നിയാണ് ഈ ഇടതുപക്ഷം ഈ ഒരു വിഷയത്തിൽ പിടിച്ചു നിന്നത്. അപ്പോൾ ഇപ്പോൾ MP രാജേഷ് പറയുന്നത് ഒരു തെളിവ് മുന്നിൽ നിർത്തിയാണ്, അതായത് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മഴവെള്ള സംഭരണി മുന്നിൽ നിർത്തിയാണ് തൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം അവിടുത്തെ പ്രകൃതിയുടെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവാദം നടക്കുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി നൽകാൻ പറ്റുന്ന ഒരു സംവാദമായി ഇത് മാറുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ശ്രീനിത, ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ MP ഗോവിന്ദ മാസ്റ്ററാണ് ഇതുമായി ബന്ധപ്പെട്ട മഴക്കുഴികളിലൂടെ ജലം കണ്ടെത്തും, ഈ പദ്ധതിയിലേക്കുള്ള വെള്ളം എവിടെ നിന്ന് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊരു മറുപടി നൽകിയത്. അപ്പോൾ അതിന് പിന്നാലെ ഈ പദ്ധതി പ്രദേശം സന്ദർശിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ഇവിടെ അങ്ങനെ ഇതൊരു മഴനിഴൽ പ്രദേശമാണ്, ഇവിടെ ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മഴക്കുഴി എന്നുള്ളത് പ്രായോഗികമല്ല, അങ്ങനെ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, സമീപ പ്രദേശത്തൊന്നും ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് MP രാജേഷ് വിശദീകരിച്ചത്. അത് ഈ മാസം തുടക്കത്തിലായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. ഈ മാസം 17 അന്ന് തന്നെ അദ്ദേഹം തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 17-ന് പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രവർത്തകരെയും ഞാൻ ഈ പദ്ധതി പ്രദേശത്തേക്ക്, അഹല്യയിലെ പദ്ധതി പ്രദേശത്തേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ എത്തി അവിടെ വിജയകരമായി ഈ മഴവെള്ള സംഭരണികൾ എങ്ങനെ അവർ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് അദ്ദേഹം ഒരു വാദം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്നലെ ഈ സന്ദർശനം നടത്തിയതും അത് മാധ്യമപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തതും. അദ്ദേഹം സൂചിപ്പിച്ചത് സത്യമാണ്, അവിടെ മഴവെള്ള സംഭരണികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടേക്ക് ആവശ്യമായ ജലം അവർ കണ്ടെത്തുന്നത് ആ മഴവെള്ള സംഭരണികളിൽ നിന്നാണ്. അത് പക്ഷേ ഈ എലപ്പുള്ളിയിലെ പദ്ധതി മേഖലയിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നുള്ള ചോദ്യം കൂടി ഒരു ഭാഗത്തുണ്ട്. എന്തായാലും അദ്ദേഹം ഉന്നയിച്ച വാദം ആ മേഖലയിൽ മഴവെള്ള സംഭരണി ഉണ്ട്, അത് വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കും ഇന്നലെ ബോധ്യപ്പെട്ടു. നമ്മൾ നേരത്തെ പലതവണ അഹല്യയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ മഴവെള്ള സംഭരണി ശ്രദ്ധിച്ചിരുന്നില്ല. അവിടെ 15 മഴവെള്ള സംഭരണികളുണ്ട്. അതിൽ നിന്നാണ് ആ 50 ഏക്കറിലധികം നീണ്ടു കിടക്കുന്ന അഹല്യ ക്യാമ്പസിലേക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും ഈ മഴവെള്ള സംഭരണിയുടെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് ശരിക്കും ഒരു തടാകം തന്നെയാണ് നിഖിൽ. ഒപ്പം തന്നെ നമുക്കും പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു സംവാദം അതങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലാകുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. അതൊക്കെ തത്സമയം അവർക്കത് ചോദിക്കാനും അതിനും കൂടെ ഒരു സംവിധാനം നമുക്ക് ഏർപ്പെടുത്താൻ പറ്റിയാൽ അത് വളരെ നല്ലതായിരിക്കും. എന്തായാലും ഞാനിതിൽ നല്ല ഹാപ്പിയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംവാദങ്ങൾ നടക്കണമെന്നേ. അല്ലാതെ നമ്മളവിടെ നിയമസഭയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോരടിച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് കാണാൻ പാകത്തിന് കാര്യങ്ങൾ നടക്കട്ടെ.